എന്താ സീനിയർ, കിളി പോയോ? മലയാളം? നിനക്ക് മലയാളം അറിയായിരുന്നോ? ഹാപ്പി ന്യൂ ഇയർ സീനിയർ. അവളുടെ ഒരു ന്യൂ ഇയർ. നിന്റെ ന്യൂ ഇയർ വിഷൊക്കെ നിന്റെ കയ്യിൽ വെച്ചോ? ഡി, നിനക്ക് മലയാളം അറിയായിരുന്നല്ലേ? അറിയാം. പിന്നെ എന്തിനാടി ഞങ്ങളെയൊക്കെ പൊട്ടം കളിപ്പിച്ചത്? എടി എന്തിനാന്ന്? നീ എന്തിനാ എന്നെ ശല്യം ചെയ്തോണ്ടിരുന്നത്? എടി നിന്നോടല്ലേ ഈ ചോദിക്കുന്നത് എന്തിനാന്ന്? ഇപ്പൊ എന്താ, നിനക്ക് നാക്കില്ലേ? എടി പറയാൻ. കൈ വലിക്കത്. മലയാളത്തിൽ പറയടി. എടി പറയാൻ. എടാ ജയ്, എന്താ നീ കാണിക്കുന്നേ? എന്റെ പൊന്നളിയ, നീ ഒരു സീൻ ഉണ്ടാക്കാതെ ആ കൊച്ചിനെ വിട്. ഡാ, അവളെ വിട്. ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഉള്ളതാ, അവരും എല്ലാം കണ്ടാ തീർന്നു. ഇച്ചു, ഞാൻ പറയാൻ പോകുന്നത് നീ കേട്ടോണ്ടല്ലോ, നീ തന്നെ ഇവളെ ശരിയാക്കും. എടിയൊക്കെ മലയാളം അറിയാം. നീ ഞെട്ടിയില്ലേ? ഞാനും. അല്ല, എന്താ ഇച്ചു, നീ എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നേ? നീ എന്താ ഞെട്ടാത്തത്? അല്ല, ഞാൻ പറഞ്ഞത് നീ ശരിക്ക് കേട്ടില്ലേ? എടി, ഇവക്ക് മലയാളം അറിയാം. ഇച്ചു, നിനക്ക്? ഞാൻ കുറച്ചു മുന്നേ ഒന്ന് ഞെട്ടിയതാ. എപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല. എടി, നിനക്ക് മലയാളം അറിയായിരുന്നെങ്കിൽ എന്തിനാ നീ ഞങ്ങളെ ഇട്ട് വട്ടം കറക്കിയത്? എടാ, എത്ര ചോദിച്ചാലും അവളുടെ വായിന്ന് ഒരു അക്ഷരം വീഴില്ല. വല്ലാത്തൊരു ജന്മം തന്നെ. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ഇവളോട് മിണ്ടരുതെന്ന് പറയുന്നതിന്റെ കാര്യം? ഇവളുടെ വിചാരം നമ്മളൊക്കെ ഇവളുടെ കളിപ്പാവകളാണെന്നാ. ന്യൂ ഇയർ ആയോണ്ട് ഞാൻ വേറൊന്നും പറയാൻ നിൽക്കുന്നില്ല. അല്ല, ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? എന്റെ പൊന്ന ഗൗരവേ, ഇവിടുന്ന് പോയേക്കാം. അതാ നിന്റെ തടിക്ക് നല്ലത്. സീനിയർ, ഇനി അങ്ങനെ വിളിച്ചു പോയേക്കരുത്. നീ കോളേജിൽ വെച്ച് എന്നെ കണ്ടാ പോലും മൈൻഡ് ചെയ്തേക്കരുത്, കേട്ടല്ലോ? കള്ളി നിക്കുന്ന നോക്ക്. ന്യൂ ഇയർ ആയത് നിന്റെ ഭാഗ്യം. ആഹാ, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ? രണ്ടിനെയും കണ്ടിട്ട് നല്ല കൂട്ടുകാരായ പോലെ തോന്നുന്നുണ്ടല്ലോ. കൂട്ടുകാരോ? ഞാനോ? അത് ഇവളോടോ? എന്റെ അമ്മ, ഞാൻ തിരിച്ചു പോവാ. നാളെ ബാഗ് പാക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടങ്ങ് വന്നേക്കാം. എന്താ മോളെ, എന്താ ഉണ്ടായേ? ഒന്നുമില്ല എന്റെ റുക്വാൻറ്റി. കാര്യങ്ങള് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ചെല്ലോ റുക്വാൻറ്റി, ഹാപ്പി ആയില്ലേ? ആന്റിയുടെ മോൻ നാളെ തിരിച്ച് വീട്ടിൽ വരുവല്ലേ? ഇച്ചു, ഗൗരവേ, എല്ലാരും വാ, നമുക്ക് ഇറങ്ങാം. തിന്നത് മതി, എഴുന്നേറ്റ് വാടാ. ഓ കോപ്പ്, മനസമാധാനമായിട്ട് മനുഷ്യനെ തീറ്റിക്കില്ലല്ലോ, നാശം. അമ്മ, ഞങ്ങളെന്ന് ഇറങ്ങുവാ. നാളെ തന്നെ ജയ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാം. ശരി ശരി, മക്കള് പോയിട്ട് വാ. അപ്പൊ ശരി ആന്റി, രാത്രി യാത്രയില്ല. അയ്യോ, ഈ ബോംബ് ഇവിടെ ഉണ്ടായിരുന്നോ? അങ്ങ് പോയേക്കാം. അമ്മ, ഞാനൊന്ന് പോയിട്ട് വരാം.
എല്ലാരും വാ, കയറിയിട്ട് പോ. ഇല്ലടി, എനിക്ക് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. ഹാ, രണ്ട് ചെറുതടിച്ചിട്ട് പോടാ എല്ലാം. എന്നാ നമുക്ക് ഇറങ്ങണ്ട. അങ്ങനെ നീ ഞങ്ങളെ കുടിയന്മാരാക്കാനൊന്നും നോക്കണ്ട, അല്ലേടാ? ഞങ്ങള് പോവാടി, ഇത്ര സമയായില്ലേ, നിങ്ങൾ പോയി ആഘോഷിക്ക്. ഓ വേണ്ടേ വേണ്ട, അപ്പൊ ശരി, നാളെ കോളേജ് വെച്ച് കാണാം. ശരി എന്നാ. നിന്നോട് പറഞ്ഞതല്ലേ ഇച്ചു, നേരത്തെ വരണമെന്ന്. അവര് രണ്ടുപേരും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അയ്യോ, സോറി പപ്പ, സോറി വല്യോപ്പ. അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. അപ്പൊ നമുക്ക് നമ്മുടെ സെലിബ്രേഷൻ തുടങ്ങിയാലോ? 12 മണി കഴിഞ്ഞു, ബട്ട് നമുക്കിതിനൊക്കെ ടൈം വല്ലതും ഉണ്ടോ? അല്ലേ? എൻ്റെ പൊന്നപ്പ, ഇങ്ങനെ നോക്കല്ലേ. ഇവന്മാരിത് എവിടെ പോയി കിടക്കുക? 1-ാം തീയതി തന്നെ കോളേജിൽ ലേറ്റ് ആവുമെന്നാ തോന്നുന്നത്. രാവിലെ ഈ കുരിശാണല്ലോ കണി. അല്ല, ഈ പെണ്ണിത് ഇങ്ങോട്ടാണല്ലോ. ഇവളെയല്ലേ ഞാൻ ഇന്നലെ വാൺ ചെയ്തത്. പേടിയെന്നൊരു സാധനം ഈ പെണ്ണിനില്ലെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് സീനിയോ. എനിക്ക് ഇന്നലെ തോന്നി എന്ത് ഉറപ്പിച്ചുള്ള വരവാ നിന്റെന്ന്. എന്ത് കോപ്പാണേലും ചെറിയ കൊച്ചുങ്ങളോട് വഴക്കിട്ട് കളയാൻ എനിക്ക് ടൈമില്ല. അപ്പടിയാ? എനിക്കറിയാം സീനിയർക്ക് തമിഴ് പിടിക്കാതെന്ന്. ഓ, ഐ മീൻ തമിഴ് ഇഷ്ടമല്ല എന്ന്. എന്നാലും ഞാൻ ഇനിയും തമിഴിൽ സംസാരിക്കും. എന്താടാ കയ്യില് റോസാപ്പൂവൊക്കെ? ഏതാടാ ആ കൊച്ച്? 1-ാം തീയതി തന്നെ ആരാടാ നിന്നെ പ്രപ്പോസ് ചെയ്തത്? ഓ, കൊച്ചു കള്ളൻ. കൂട്ടത്തില് ഭാഗ്യവാൻ നീ തന്നാടാ. ജനിക്കുവാണെ നീ ആയി ജനിക്കണം. ആ തമിഴത്തി 1-ാം തീയതി തന്നെ വേൾഡ് വാറിന് തിരികൊളുത്തിന്ന് എനിക്കല്ലേ അറിയൂ. ഇപ്പൊ ഇവരോട് പറയാൻ നിക്കണ്ട, ഇമേജ് പോവും. അതെ അതെ, ഞാനൊരു ഭാഗ്യവാൻ തന്നടാ. അവളുടെ ഒരു റോസ് തൊരാടി നിനക്ക് ഞാൻ. ഇച്ചു, ഇങ്ങോട്ടൊന്ന് വാ. എന്താ ഡാർവിച്ച? അല്ലടി, ലവൻ ഓക്കെ അല്ലേ? ലവനോ?
ഏത് ലവൻ? എടി അവൻ അവൻ തന്നെ. അല്ല, നിങ്ങൾ ഇതാരെ പറ്റി പറയുന്നേ? എടി അവൻ അവൻ തന്നെ. അടി വാങ്ങി കൂട്ടിയില്ലേ? ഓ, ജയ്യോ, അവൻ ഓക്കെയാണല്ലോ. എന്തേ? ഏയ് ഒന്നുമില്ല, ഞങ്ങള് വെറുതെ തിരക്കിയതാ. അല്ല, ഞങ്ങള് തിരക്കിയ കാര്യമൊന്നും പോയി പറയാൻ നിക്കണ്ട. ഏയ് ഇല്ലില്ല, ഞാൻ പറയില്ല. അല്ല, നിങ്ങളിനി ഈ ഇയർ കൂടെ അല്ലേ ഇവിടെ ഉള്ളൂ? ഷേ, നിങ്ങളൊക്കെ ഉള്ളതായിരുന്നു എന്റെ ഒരു ബലം. നീ വിഷമിക്കണ്ടടി, ഒത്തിരി പേപ്പറുണ്ട് ഇവന്മാർക്ക് എഴുതി തീർക്കാൻ. ഈ മണ്ടന്മാരെന്തായാലും പൊട്ടും. അല്ലടാ, അപ്പൊ നീയോ? അത് ഉറപ്പല്ലേ ഞാൻ പൊട്ടും. എടാ തല്ലുകൊള്ളി, നീ തോറ്റാലുവേ ഇവര് തോക്കില്ല. ഇല്ലടാ വിച്ച. ഈ പഠിക്കുന്ന കാര്യത്തില് എനിക്കൊന്നും പറയാനില്ല. എന്ത് പെട്ടെന്നല്ലേ ഈ ടൈം പോകുന്നത്. ദേ നോക്ക്, നമ്മൾ ഈ വർഷം ഫൈനൽ ഇയറാ. അങ്ങനെ സൂപ്പർ സീനിയേഴ്സ് ആയി. ഞാനിപ്പോഴും ആ ഫസ്റ്റ് ഇയറിൽ കിടക്കുക. എന്റെ ഈശ്വരാ, ഈ ഇയർ വരുന്ന പെൺപിള്ളാരില് ഏതെങ്കിലും ഒരെണ്ണം, ഒറ്റൊരെണ്ണം മതി ഒന്ന് സെറ്റ് ആവണേ. കഷ്ടമുണ്ട്. എന്റെ പൊന്നളിയ, അതെന്തായാലും നടക്കില്ല. നീ നടക്കുന്ന കാര്യം വല്ലതും പ്രാർത്ഥിക്കേ. ഫസ്റ്റ് ഇയർ തൊട്ട് ഇവൻ ഇത് തന്നെ പ്രാർത്ഥിക്കുന്നേ. അല്ല, ഇവക്കിതെന്താ പറ്റി? അല്ല, അവരൊക്കെ ഈ ഇയർ പോവല്ലേ? ഓ, അതാണോ? നിനക്കറിയില്ലേടി, പഠിത്തത്തിന്റെ കാര്യത്തില് രണ്ടും മണ്ടന്മാരാ. പണ്ടില്ലേ എന്റെ പേപ്പർ അതൊന്നുമില്ല. എനിക്ക് പ്രണവ് സാറിനെ ഒന്ന് കാണാനുണ്ട്. ഞാൻ പോയിട്ട് വരാം. ഞാനെന്നാ ലൈബ്രറിയിലോട്ട് പോവാ. ശരിയടാ, നീ വിട്ടോ. ഡാ വാ, നമുക്കെന്നാ നമ്മുടെ സപ്ലിയുടെ കാര്യം നോക്കിയിട്ട് വരാം. ഡി, ഞങ്ങളിപ്പോ വരാം. ശരി. എടാ, പിന്നെ ഞങ്ങളുടെയും കൂടെ ഫീസ് അടച്ചേക്ക്. നോക്കണ്ട, മനസ്സിലായി. വിട്ടോ, വായി നോക്കാൻ. ഓ എന്തിച്ചു, നീ മുത്താടി. നീ ഇവിടെ ഇരിക്കുവായിരുന്നോ? എന്താടാ തല്ലുകൊള്ളി? അത് പിന്നെ ഇനി കുറച്ചു മാസങ്ങൾ കൂടെ അല്ലേ ഞങ്ങളിവിടെ. നിന്നോട് നീ ഇവിടെ വന്ന നാള് തൊട്ട് പറയണമെന്ന് വിചാരിച്ച് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. എന്തായാലും പോവാണ്. അതിനു മുന്നേ പറഞ്ഞേക്കാന്ന് വിചാരിച്ചു. എന്റെ കർത്താവേ, ഈ തല്ലുകൊള്ളി ഇഷ്ടമാന്ന് വല്ലതും പറയാൻ പോവാണോ? എടാ, അത് എനിക്ക് മനസ്സിലായി. നിനക്കങ്ങനെ തോന്നിയത് നിന്റെ തെറ്റൊന്നുമല്ല, സ്വാഭാവികം. എന്നും പറഞ്ഞ് ഇപ്പോൾ അത് പറയേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ എന്തായാലും നോ പറയും. അല്ല, നീ ഇത് വെയിറ്റ്, എനിക്ക് നിന്നെ ഇഷ്ടമാന്ന് പറയാൻ പോവാണെന്നാണോ നീ പറയാൻ പോകുന്നത്? അയ്യ, ഇഷ്ടപ്പെടാൻ പറ്റിയൊരു പീസ്. അത് പിന്നെ ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയോ? എടിപ്പുല്ലേ, നീ ഇങ്ങോട്ട് കെട്ടിയെടുത്ത നാളെ തൊട്ട് എനിക്ക് വീണ പേരാ ഈ തല്ലുകൊള്ളീന്ന്. അവന്മാരുടെ പെങ്ങളല്ലേന്ന് വിചാരിച്ച് മാത്രമാ ഇതൊക്കെ മനസ്സിലിട്ട് ഞാൻ നടന്നത്. നിന്നെ കാണുമ്പോണ്ടല്ലോ, അയ്യോ, ആ മുഖം പിടിച്ചങ്ങോട്ട് ഭിത്തിയിലോട്ട് ഒരക്കാൻ തോന്നും. അവളുടെ ഇടയ്ക്കുള്ള ഓരോ ഡയലോഗ് നിന്റെ നാവ് പിടിച്ചങ്ങോട്ട് കെട്ടിയിടാൻ തോന്നുകൂടി എനിക്ക്. നീയുണ്ടല്ലോ, ഓ, നീ പെണ്ണായിപ്പോയി. നീ വല്ല ചെറുക്കനായിരിക്കണമായിരുന്നടി, അപ്പൊ ഞാൻ കാണിച്ചു തരായിരുന്നു. ഓ, തല്ലുകൊള്ളീന്ന് പോലും. ശരാ,
എന്തായാലും നല്ല പണി അറിയാവുന്ന ചെക്കന്റെ കയ്യില് നീ പെടുവടി. അപ്പം നിന്നുണ്ടല്ലോ അവൻ മര്യാദ പഠിപ്പിക്കും. ഓ, ഇപ്പോഴാ ഒരു ആശ്വാസമായത്. അപ്പൊ കൂട്ടുകാരന്റെ പെങ്ങളെ ശരി എന്നാ. ഓ, ഈ തെണ്ടി ഇപ്പൊ എന്നെ പ്രാഗിട്ടല്ലേ ആ പോയത്. അല്ല, ഇതെവിടെ പോയി? ആ മാ ശേ അല്ല, പ്രണവ് സാർ. സാറേ. ഓ, വിളിച്ചാലും കേക്കില്ലേ? മാമ. കൊച്ചേർക്കോ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഈ മാമ മമ്മി ക്യാമ്പസിൽ ഒന്ന് വിളിച്ചേക്കില്ലെന്ന്. ഞാൻ നിന്റെ സാറേന്ന് വേണം വിളിക്കാൻ. മര്യാദക്ക് സാറേന്ന് വിളിച്ചപ്പോ കേട്ടില്ല, അതാ മാമാന്ന് വിളിച്ചത്. ആ പിന്നെ എനിക്കൊരു ഹെൽപ്പ് വേണം മാമ. അല്ല സാറേ, നിന്നെ ഹെൽപ്പ് ചെയ്യുന്ന പരിപാടി ഞാൻ നിർത്തി മോനെ. ഓ, അങ്ങനാണോ? അല്ല, ആ വരുന്നത് അഹല്യ മിസ് അല്ലേ? നീ മിസ്സിന്റെ പേര് പറഞ്ഞ് കുറെ മുതലെടുത്തതാ, ഇനിയും എടുക്കും. എന്റെ മാമ, എനിക്ക് ഈ ഇയർ അറ്റൻഡൻസ് തീരെ കുറവാ. അതൊന്ന് ശരിയാക്കി താ പ്ലീസ് പ്ലീസ്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഓ, അഹല്യ മിസ്സേ. എടാ, നീ എന്തിനാടാ ഈ മിസ്സിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നേ? ഓ, ശരിയാക്കി തരാം പോരെ? മതി, ശരിയാക്കി തന്നാ മതി. ആ അഹല്യ മിസ്സേ, ദേ പ്രണവ് സാർ വിളിക്കുന്നു. അപ്പൊ മാമ എൻജോയ്. ഓക്കെ, എന്നാ ഞാൻ അങ്ങോട്ട് പോവാ. എടാ, എന്തിനാടാ ഇങ്ങോട്ട് വിളിപ്പിക്കുന്നേ? ദൈവം പോയി. എടാ പെങ്ങട മോനെ. എന്തു പറ്റി സാർ? എന്തിനാ വിളിച്ചേ? ആ, അത് പിന്നെ മിസ് സുഖമല്ലേ? അല്ല, മിസ്സിന് ഇനിയുള്ള ക്ലാസ് എവിടെയാ? ഓ, അതോ. ആ, മിസ് എന്നാ പൊക്കോ. ഓ, ഇത്രയും നേരം കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ഇനി അതങ്ങ് പോയി കിട്ടും. എവിടെ? എന്ത്? രാവിലെ തന്ന റോസ് കളഞ്ഞു. അയ്യോ, എതുക്ക്? അല്ല, എന്തിന്? ഞാൻ നല്ല സ്നേഹത്തോടല്ലേ തന്നത്. ഒന്ന് പോയി തരുവോ? അവളുടെ ഒരു സ്നേഹം. പോവില്ല, എനിക്കിപ്പോ ക്ലാസ് ഇല്ല. അപ്പോ സീനിയറിന്റെ അടുത്തിരിക്കാം. ഓ, ആയിക്കോട്ടെ, ഇവിടെ ഇരുന്നു, ഞാൻ അങ്ങ് പോയേക്കാം. നില്ല സീനിയോ. ദേ പെണ്ണെ, പറഞ്ഞിട്ടുണ്ട് നിന്നോട് എന്റെ കയ്യിലൊന്നും വന്ന് പിടിച്ചേക്കരുതെന്ന്. സോറി സീനിയോ. അല്ല, നിനക്ക് എന്താ കൊച്ചേ? എന്നെ ഇങ്ങനെ ശല്യം ചെയ്തിട്ട് നിനക്ക് എന്താണാവോ കിട്ടുന്നത്? നിന്റെ മുഖം കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. അത് നിനക്കറിയുവോ? തെരിയും, നല്ല തെരിയും. ബട്ട് വൈ സീനിയോ? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ തന്തയില്ലേ, അയാളെയാ പറയേണ്ടത്. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടി ഓരോന്നിനും ഉണ്ടാക്കി ഇട്ടോളും. അപ്പാവേ, എന്റെ അപ്പാവെ എന്തേലും പറഞ്ഞാലുണ്ടല്ലോ. ഓ, അപ്പോ അച്ഛനെ പറഞ്ഞ പൊള്ളുവോ? ഇനി അതേ പറയൂ. അല്ല, നീ എന്ത് ഇവിടെ? നിന്റെ അച്ഛനെ ഞാൻ ഇനിയും പറയും. ആഹാ, ഫസ്റ്റ് ടൈമാ അവളുടെ വാല് മുറിഞ്ഞു പോയത് കാണുന്നത്. ഇനി ഇറിറ്റേറ്റ് ചെയ്യാൻ വരുമ്പം ഇത് വെച്ച് നിന്നെ ഞാൻ ഓടിക്കുവടി. അല്ല, ഇവക്കിതെന്താ പറ്റിയേ? ആർക്കറിയാം, വന്നപ്പോ തൊട്ട് ഇവളിങ്ങനെയാ. ചിലപ്പോ ഇവളുടെ സീനിയർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. എന്താടി, അയാൾ എന്തെങ്കിലും പറഞ്ഞോ? അത് വന്ന് സീനിയർ എന്റെ അപ്പാവക്ക് വിളിച്ചു. ആ, കണക്കായിപ്പോയി. മലയാളം അറിയാന്നേ വലിയ കാര്യത്തില് കാണിച്ചു കൊടുത്തില്ലേ? ഇനി അനുഭവിച്ചോ. അല്ലടി, സേറെന്തേ? അവളിപ്പ പകുതി സമയം ആ ലൈബ്രറിയില.
സീനിയർ. ഏ, ഇവളോ? ഇവളെന്താ അവിടെ? അല്ല, ഇവളെന്റെ നെയ്ബർ ആണോ?